ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവർച്ഛാമത്താം ധർമ്മസമൂഢചേതക യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്യേഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ഉത്തരഗീതയും ഗീതയും തമ്മിലുള്ള താരതമ്യ പഠനമാണ്. രണ്ടാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഉത്തരഗീതയിലെ രണ്ടാം അധ്യായവും ഗീതയിലെ ആ അധ്യായവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ വീണ്ടും ഒരു താരതമ്യ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഭഗവാൻ പിന്നീട് പറഞ്ഞു, ഗീതയിലെ യാവാനർത്ഥ ഉദപാനെ സംപ്ലതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. ചെറിയ കൈത്തോടുകളിലും പൊട്ടക്കുഴികളിലും ജലമുണ്ട്, എന്നാൽ അവയിലെ വെള്ളം കുളിക്കുവാനോ കുടിക്കുവാനോ പ്രയോജനപ്പെടുന്നില്ല. എന്തെന്നാൽ അവയിൽ നിന്നൊന്നും ശുദ്ധജലം കിട്ടുന്നില്ല. മഹാനദികളുടെ അവസ്ഥ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. നാനാഭാഗത്തു നിന്നും വരുന്ന അനേകം പോഷക നദികളിൽ മഹാനദികൾ ശുദ്ധജലം സ്പഷ്ടമാക്കി തീരും. അവയിലെ ജലം കുടിക്കുവാനും കുളിക്കുവാനും കൃഷിക്കും വിദ്യുശക്തി ഉൽപ്പാദിപ്പിക്കുന്നതിനും മറ്റും പ്രയോജനപ്പെടുന്നുമുണ്ട്. വേദശാസ്ത്രങ്ങളെ കൊണ്ട് സങ്കുചിതമായ ചില ഉപയോഗങ്ങൾ ഉണ്ടെങ്കിലും നിത്യാനന്ദത്തെയോ മുക്തിയെയോ തരുന്നതല്ല. അതുകൊണ്ട് സത്യാന്വേഷിയും ആത്മാ അന്വേഷിയുമായവർ വേദശാസ്ത്രങ്ങളെ പഠിച്ച് അത് മനസ്സിലാക്കി ഉപേക്ഷിക്കണം. അവർ ബ്രഹ്മജ്ഞാനവും ബ്രഹ്മ ഉൽപ്പത്തിയും ലഭിക്കുന്നതിന് ഇല്ലെങ്കിൽ ബ്രഹ്മോൽപ്പത്തിയും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ശുദ്ധജല സമ്പുഷ്ടവും സർവകാര്യ പ്രയോജനവുമായിരിക്കുന്ന മഹാദതികളെപ്പോലെ ഉപകാരപ്രദമായ യോഗവിദ്യയാണ് ആശ്രയിക്കേണ്ടത്. അതായത് ബുദ്ധിമാന്മാരായ ബ്രഹ്മാന്വേഷികൾ വേദശാസ്ത്രങ്ങളെ കൈവെടിഞ്ഞ യോഗ പരിശീലനത്തെ സ്വീകരിക്കേണ്ടതാണ്. അതായത് നമ്മൾ ഗീതയിലും പല പ്രാവശ്യം 8-ാം അധ്യായത്തിലൊക്കെ ഭഗവാൻ പറയുന്നത്, ഇതും ഗീതയിലെ 2-ാം അധ്യായത്തിൽ 46-ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. യാവാനർത്ഥ ഉദപാനെ സംവൃത പ്ലതോദകേ താവാൻ സർവേഷു വേദനേഷു ബ്രാഹ്മണസ്യ വിജാനത. വ്യാപരിക്കുന്ന ബുദ്ധി കർമ്മയോഗത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ട് ഒരു 3-ാമത്തെ ശ്ലോകങ്ങളിലൂടെ കർമ്മഠന്മാരുടെ കാര്യം, അതായത് വേദശാസ്ത്ര പുരാണങ്ങളിൽ പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെപ്പറ്റി പ്രകീർത്തിക്കുകയും അത് തന്നെ ശ്രേഷ്ഠമെന്ന് കരുതിക്കൊണ്ട് പുണ്യകർമ്മ ഫലത്തെ ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മബന്ധനങ്ങളിൽ കുടുങ്ങി യഥാർത്ഥത്തിൽ അറിയേണ്ടത് അറിയാതെ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താതെ പോകും. അതുകൊണ്ട് അതിനെയൊക്കെ തിരസ്കരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊരു ശ്ലോകമാണ് 46-ാമത്തെ ശ്ലോകം. അപ്പോൾ നമ്മൾ പരസ്യങ്ങളുടെയും പിന്നാലെ ജ്യോതിഷികൾ പറയുന്നതായാലും ഇങ്ങനെ ജ്യോതിഷശാസ്ത്രം പ്രകാരം ശരിക്കും ചിന്തിച്ചാൽ നമ്മൾ ചെയ്ത ചെയ്തു വച്ചിരിക്കുന്ന കർമ്മത്തിൻ്റെ ഫലത്തിന് പരിഹാരമൊന്നുമില്ല. അത് അവരവർ തന്നെ അനുഭവിച്ച് തീർക്കേ വേണ്ടൂ. പിന്നെ താൽക്കാലികമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കർമ്മയോഗത്തിൽ മിഥ്യാചാരം ചെയ്യരുത്, ആവശ്യമില്ലാതെ അതും ഇതും ചിന്തിച്ചിരിക്കരുത്, വ്യർത്ഥമാക്കി സമയം കളയരുത്, എന്നാൽ ജനിച്ചാൽ മരണം വരെ അനങ്ങാതിരിക്കരുത്, ആ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഒരിക്കലും നമുക്ക് ബന്ധനമുണ്ടാക്കുന്ന വിധത്തിൽ ചെയ്യരുത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വേദശാസ്ത്ര പുരാണങ്ങളും ഫലിച്ചോടുകൂടി പുണ്യകർമ്മങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ അതും ഒരു ഘട്ടത്തിൽ ബന്ധകാരണങ്ങളായിട്ട് ഭവിക്കും. അതുകൊണ്ട് ഫലേച്ഛയോടുകൂടി കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയാൻ കാരണം നമുക്ക് ദൃഢമായ ഭക്തി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ചോദിക്കുന്നതൊക്കെ തരുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കും. അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഗതിവിഗതികൾ സംഭവിക്കും, അതിൻ്റെ സുഖം അനുഭവിക്കും. പക്ഷെ അത് നഷ്ടപ്പെടുമ്പോൾ വീണ്ടും ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ ശാശ്വതമായ ഫലത്തെ ഒരിക്കലും വേദശാസ്ത്രങ്ങളും ഇല്ലെങ്കിൽ അവിഷ്ടസിദ്ധി പൂജ കൊണ്ടോ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുണ്യകർമ്മങ്ങളുടെ പിന്നാലെ പോയാൽ ശാശ്വതമായ ഫലം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഗീതാശാസ്ത്രം ശരിച്ച് ഗഹനമായിട്ട് പഠിക്കണം എന്നാണ്. ഇല്ലെങ്കിൽ നമ്മളെ ഈ ഭ്രമിപ്പിക്കുന്നവരെ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് അതാണ് ശരിക്കും ക്ഷേത്രങ്ങളുടെ പോലും വരുമാന മാർഗം അതായതുകൊണ്ട് ഈ ഗീതാശാസ്ത്രമൊന്നും ശരിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനോ മനസ്സിലാക്കി കൊടുക്കാനോ ഉള്ള വേദികൾ പോലും ക്ഷേത്രങ്ങൾ ഒരുക്കാത്തതിൻ്റെ കാരണം അവിടെ വരാതെ ആകും ആൾക്കാർ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ. അതൊക്കെയാണ് പ്രശ്നം. സത്യം മനസ്സിലായാൽ പിന്നെ ഇതിൻ്റെ പിന്നാലെ നടക്കൽ കുറയും, നമ്മൾ ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. അപ്പം
എന്തിനാ ഇതൊക്കെ എന്ന് പറഞ്ഞത്? കർമ്മ മാർഗമാണ്, ഈശ്വരിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ്. ഭക്തിയിൽ ദൃഢത ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആദ്യം ഫലിച്ചോടുകൂടി വേദശാസ്ത്രങ്ങളോ ഒക്കെ അനുസരിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സുഖദുഃഖങ്ങൾ, ഗതിവിഗതികൾ, സഹകാരി കാരണങ്ങളെ കൊണ്ടുണ്ടാകുന്ന സുഖദുഃഖങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിനെ അതിക്രമിക്കണം, പുണ്യത്തെയും പാപത്തെയും അതിക്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആണ് യഥാർത്ഥ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താതെ ഒരിക്കലും ഈശ്വരപ്രാപ്തി സാധ്യമല്ല എന്നർത്ഥം. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് ബ്രഹ്മപ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഗീതാശാസ്ത്രവും ഉത്തരഗീതമൊക്കെ പറയുന്നത്. അതല്ലാതെ ഭൗതിക തലത്തിൽ ജീവിക്കേണ്ടവർക്ക് അവരിതൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പഠിച്ചിട്ട് പ്രയോജനമില്ല. അപ്പം ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ പഠിച്ചിട്ട് ഒരു ഘട്ടത്തിൽ അത് ഉപേക്ഷിക്കണം. ചെയ്യണ്ടെന്നല്ല പറയുന്നത്, ചെയ്തിട്ട് അതിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാക്കാൻ, അനുഭവജ്ഞാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ സുഖവും ദുഃഖവും നമുക്ക് എന്തുകൊണ്ടുണ്ടാകുന്നു. പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം സുഖമായിട്ട് അനുഭവിക്കണം, പാപകർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം ദുഃഖമായിട്ട് അനുഭവിക്കണം. ഇത് രണ്ടിനും പരിഹാരമില്ല. ഞാൻ ആരുടെയും പാപം ഏറ്റെടുക്കുകയില്ല, നിങ്ങളുടെ ഒന്നും പുണ്യം ഞാൻ സ്വീകരിക്കില്ല എന്ന് ഗീതയിൽ ഭഗവാൻ ക്ലിയർ ആക്കി തരുന്നുണ്ട് നമുക്ക്. അപ്പൊ പിന്നെ എങ്ങനെ നമ്മൾ ഈ പരിഹാരത്തിന് നടന്നിരുന്ന കാര്യം? അവരവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവരവർ അനുഭവിക്കണം. അപ്പൊ ഈ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുമ്പം അത് ശുദ്ധിയായിക്കോളും ഓട്ടോമാറ്റിക്. ഈ കർമ്മമാർഗത്തിൽ പുണ്യപാപങ്ങളുടെ ഫലം അനുഭവിക്കുമ്പോൾ അത് ശുദ്ധിയായിക്കോളും. അതിനു വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങി നടക്കുകയൊന്നും വേണ്ട, തന്നെ അത് ശുദ്ധീകരിക്കപ്പെടും. പക്ഷെ ശുദ്ധീകരിച്ച് കഴിയുമ്പോഴാണ് ഒരു കാര്യം നമ്മൾ സത്യം മനസ്സിലാക്കണം. ഈ പാപപുണ്യങ്ങളില്ലാതെ ശുദ്ധീകരിച്ച് നിൽക്കുന്ന ഒരാത്മാവിനാണ് ബ്രഹ്മപ്രാപ്തിയിലേക്കുള്ള ജിജ്ഞാസുവായി മാറണമെങ്കിൽ പോലും ഈ പാപരാഹിത്യം വന്ന ഒരാൾക്ക് സാധിക്കും. അല്ലാത്തവരിതൊന്നും കേട്ടാലും അത് ഇഗ്നോർ ചെയ്യുന്ന, അത് അവർക്ക് പ്രയോജനമില്ല. ഇതൊക്കെ എങ്ങനെയാ ചെയ്യാന്നുള്ള ചിന്തയിലേക്ക് പോകുവർ. അപ്പോൾ ഇത് ചെയ്യണം എന്നുള്ളത് അതിന് പ്രത്യേക ഒരു തയ്യാറെടുപ്പ് തന്നെ വേണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നമ്മൾ കുറച്ച് ഈ ഒരു ഭാവനയിലേക്ക് എത്തിയത് കൊണ്ടാണല്ലോ ഇതൊക്കെ കേൾക്കണം എന്നുള്ള ആഗ്രഹം, ജിജ്ഞാസുവായി മാറാൻ കാരണം. അപ്പം ആ ജിജ്ഞാസു ആയാൽ തന്നെ, ജിജ്ഞാസുക്കൾ തന്നെ വളരെ വിരളമാണ്, വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ. അത് പ്രയത്നിച്ചാൽ തന്നെ 1-2 പേരാണ് സക്സസ് ആകുക എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഈ അനുഷ്ഠാനങ്ങളിൽ നിന്ന് നമുക്ക് യഥാർത്ഥത്തിൽ പാപരാഹിത്യം വന്നാൽ, നമുക്ക് ജ്ഞാനം പ്രകാശിച്ചാലും ആ ജ്ഞാനത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നതിന് കർമ്മത്തിൻ്റെ ഗതി ഗഹനമായതുകൊണ്ട് എപ്രകാരമാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുക എന്നും പറയാൻ പറ്റില്ല. എല്ലാവരുടെയും സ്വഭാവം അനുസരിച്ചുകൊണ്ട് ചിലപ്പോൾ അതിൽ നിന്നൊക്കെ വ്യതിചരിച്ച് അതുകൊണ്ട് ലോകസേവാർത്ഥം എന്ന് പറഞ്ഞിട്ട് പല സേവനങ്ങൾക്കൊക്കെ ഈ ജ്ഞാനത്തെ ഉപയോഗിക്കാൻ പോകും. അപ്പോഴും ബ്രഹ്മപ്രാപ്തിക്ക് അത് പ്രതിബന്ധമായിട്ട് തീരും. അപ്പം ഈ കർമ്മബന്ധനം ഏത് തരത്തിലാണ് നമുക്ക് മായ ബാധിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്നാണ്. അതുകൊണ്ട് അതിന് ഉത്തരഗീതയിൽ ഈ ശ്ലോകത്തിന് തന്നെ ഉപോത്ബലമായിട്ട് ഉത്തരഗീതയിൽ 2-ാം അധ്യായത്തിൽ 42-43 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. 42-ൽ എന്താണ് പറയുന്നത്? യഥാ ഖരചന്ദനോ ഭാരവാഹോ ഭാരസ്യ വാഹോ ച ചന്ദനസ്യ ഏവം ഹി ശാസ്ത്രാണി ബഹൂന്യതൃത്യ സാരം ന ജാനാൻ ഖരവൽ സഖേൽ. അപ്പൊ കഴുത ചന്ദനം ചുമക്കുന്നു. അപ്പൊ ആ ചന്ദനത്തിന്റെ സുഗന്ധവും അതിന്റെ ശ്രേഷ്ഠതയൊന്നും മനസ്സിലാക്കാതെ ഈ കഴുത വെറുതെ ഈ ചന്ദനം ചുമന്നുകൊണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ വേദശാസ്ത്രങ്ങളൊക്കെ അതിന്റെ സാരത്തെ മനസ്സിലാക്കാതെ, അത് ഗ്രഹിക്കാൻ വേണ്ട വ്യക്തി ഗ്രഹിക്കാതെ ഈ വേദശാസ്ത്രം വേദപണ്ഡിതനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോയാൽ ഒരിക്കലും ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നതല്ല. 43-ാമത്തെ ശ്ലോകത്തിലും 2-ാം അധ്യായത്തിൽ പറഞ്ഞു, അനന്തകർമ്മ ശൗചം ച ജപോ യജ്ഞസ്തദൈവ തീർത്ഥയാത്രാദിഗമനം യാവൽ തത്വം ന വിന്ദതി. എണ്ണിയാൽ ഒടുങ്ങാത്ത പൂജാതി കർമ്മങ്ങളും ശൗചങ്ങളും ജപവും യജ്ഞങ്ങളും തീർത്ഥയാത്രകളും മറ്റും നടത്തിയാലും ശാസ്ത്രതത്വവും രാജഹംസവുമായിരിക്കുന്ന ചൈതന്യത്തെ അറിയുവാൻ കഴിയുന്നതല്ല. അതിന് വിധിപ്രകാരം യോഗം പഠിച്ചേ പറ്റൂ. യോഗം എന്ന് പറയുന്നത് എന്താന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. നമ്മുടെ ശരീരം പ്രകൃതിദത്തമാണ്. ആ പ്രകൃതിദത്തമായിരിക്കുന്ന ശരീരത്തിൽ നശിക്കാത്തതായിരിക്കുന്ന ജ്ഞാനമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ തത്വമാണ് നമ്മുടെ ആത്മാവായിട്ടിരിക്കുന്നത്.
ഇതിനെ തമ്മിൽ യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതാണ് യോഗം എന്ന് പറയുന്നത്. പുറത്തു പോയിട്ട് ചെയ്യേണ്ട കാര്യമല്ല. നമ്മുടെ ശരീരം പ്രകൃതിയുടെ പ്രതിരൂപമാണ്, പ്രപഞ്ചരൂപമാണെന്നൊട്ട് ഉത്തരഗീതയിൽ ഭഗവാൻ കൃത്യമായിട്ട് ഈ 14 ലോകങ്ങളെ നമ്മുടെ ശരീരം കൊണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഈ വിവിധ 16 കലകളോടുകൂടി നിൽക്കുന്ന ഈ ശരീരത്തെ ആ പരമമായതുമായിട്ട് യോജിപ്പിക്കുന്നതാണ് യോഗം. അവിടെ ഭഗവാന്റെ തത്വമേ നമ്മുടെ ചിന്തയിലും വാക്കിലും ശരീരത്തിലും ദേഹബോധത്തിൽ പോലും പ്രവർത്തിക്കുന്നത് ഇതായിരിക്കണം. യോജിച്ചാലേ പ്രവർത്തിക്കൂ. അപ്പൊ പ്രകൃതി ബന്ധം ഉള്ളത് കൊണ്ട് നമുക്ക് ഈ സത്വരജ തമോ ഗുണങ്ങളുടെ ബാധ നമ്മളെ ബാധിക്കും. നിഴല് പോലെ ഉണ്ടാക്കും മായ എന്ന് പറയുന്ന സംഗതി. മായയിൽപ്പെട്ടാൽ എത്ര ജ്ഞാനം ലഭിച്ചാലും വേണ്ടില്ല, നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചു. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. അനന്തകർമ്മ ശൗചം ജപോ യജ്ഞസദൈവജ തീർത്ഥയാത്രാദി ഗമനം വ്യാവൽ തത്വം ന വിന്ദതി. എണ്ണിയാൽ ഒടുങ്ങാത്ത പൂജാതി കർമ്മങ്ങളും ശൗചങ്ങളും ജപവും യജ്ഞങ്ങളും തീർത്ഥയാത്രകളും എന്തൊക്കെ നടത്തിയാലും ഉള്ള ആധ്യാത്മിക മാർഗത്തിൽ ആ ചൈതന്യം അറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഇതൊക്കെ നിഷ്പ്രയോജനമാണെന്നാണ് പറഞ്ഞത്. അതിന് വിധിപ്രകാരം അതറിയണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന യോഗം പഠിച്ചേ മതിയാകൂ. ആ ഗീതയിലും ലളിതമായിട്ട് 5ഉം 6ഉം അധ്യായം ഈ യോഗാരൂഢനാകേണ്ടത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒന്ന് സ്പഷ്ടത, ദൃഢത വരുത്തിയാണ് ഉത്തരഗീത ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഗീത പഠിക്കാതെ ഉത്തരഗീത പഠിച്ചാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യത. ഗീതയും കൂടെ കണക്ട് ചെയ്ത് പഠിച്ചാൽ ഗീതയിൽ തന്നെ നമുക്ക് ഉറച്ചു നിൽക്കാം. ഈ ഉത്തരഗീതയിലേക്ക് എന്ന് പറഞ്ഞാൽ യോഗയുടെ, ക്രിയായോഗയുടെ അങ്ങയുടെ അത്യുന്നതയിലെത്തിയവർക്കാണ് നമുക്ക് ഈ ബ്രഹ്മപ്രാപ്തിയിലേക്ക് നേരിട്ടെത്താനുള്ള ടെക്നോളജി പറയുന്നത് ഉത്തരഗീതയിലാണ്. ഹംസമന്ത്രോ ആത്മമന്ത്രം എന്നൊക്കെ പറയുന്നതൊക്കെ ജപിച്ചുകൊണ്ട് തന്നെ ഗീതയിൽ 8ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യം സാക്ഷാത്കരിക്കാനാണ്. അത് ഗീതയിലൂടെ സാധിക്കും. പക്ഷേ ഈ ഉത്തരഗീതകളെ പഠിച്ചാലാണ് അവിടെ ഗീതയിൽ എന്ത് രഹസ്യമാണ് ഭഗവാൻ ചിലത് മറച്ചു വെച്ചിട്ട് സംസാരിച്ചു, ആ മറച്ചു വെച്ച കാര്യം ഒന്നോടെ നമ്മളെ മനസ്സിലാക്കി തരികയാണ് ഉത്തരഗീതയിലൂടെ ചെയ്യുന്നത്. അപ്പം ബാഹ്യമായ ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ തന്നെ അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാക്കുന്നില്ല എങ്കിൽ ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ അത് യോഗാസനങ്ങൾ ചെയ്താൽ പോലും, യോഗാഭ്യാസം ചെയ്താൽ പോലും അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതും വെറും അഭ്യാസമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഉത്തരഗീത 2ാം അധ്യായം 42, 43 ശ്ലോകങ്ങൾ കൂടി കൂട്ടി ചിന്തിച്ചു നമ്മൾ. എന്നീ ശ്ലോകങ്ങൾ വേദശാസ്ത്രാദി പഠനത്തെയും ശൗചം, ജപം, യജ്ഞം, തീർത്ഥയാത്ര തുടങ്ങിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ നിരർത്ഥകതയും ഇല്ലെങ്കിൽ അതിൻ്റെ നിഷ്പ്രയോജനത്തെയും ഭഗവാൻ സ്ഥാപിച്ചു തന്നു. ചന്ദനം ചുമക്കുന്ന കഴുത ചന്ദനത്തിന്റെ ഗന്ധവും ഗുണവും അറിയാത്തതുപോലെയാണ് വേദശാസ്ത്രങ്ങൾ പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതർ ബ്രഹ്മത്തെ അറിയുന്നില്ല എന്ന് പറഞ്ഞത്. ശൗചാദി ബാഹ്യ ശുചീകരണങ്ങളും ജപം, യജ്ഞാനുഷ്ഠാനം, തീർത്ഥയാത്ര നടത്തുക ഇവ കൊണ്ടൊന്നും ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നതല്ല. അതിന് വിധിപ്രകാരം യോഗം തന്നെ അഭ്യസിക്കണം എന്നാണ് ഉത്തരഗീത ഉപദേശിച്ചത്. ബ്രഹ്മപ്രാപ്തിയെക്കുറിച്ച് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്നുകൂടി നോക്കാം. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തദാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാ ജ്ഞാനസ്യ പര. ഇത് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ഗീതയിലെ 18ാം അധ്യായത്തിൽ 50ാമത്തെ ശ്ലോകമാണ്. ഈ പറഞ്ഞ ശ്ലോകം സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തദാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാ ജ്ഞാനസ്യ പര. അല്ലയോ കുന്തിപുത്ര, ബ്രഹ്മപ്രാപ്തി എന്നത് ജ്ഞാനയോഗത്തിൻ്റെ പര്യവസാനമാകുന്നു. യോഗം സിദ്ധിച്ചവന് എപ്രകാരം ആണ് ബ്രഹ്മപ്രാപ്തി ഉണ്ടാകുന്നത് എന്ന് ചുരുങ്ങിയ വാക്കുകളിലായിട്ട് ഞാൻ നിനക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് 18ാം അധ്യായത്തിൽ തന്നെ 51ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു. 51, 52, 53 3 ശ്ലോകങ്ങളിലൂടെയാണ് അത് വ്യക്തമാക്കുന്നത്. ഒന്ന്, ബുദ്ധ്യാവിശുദ്ധയായുക്തോ നിർദാത്മാനം നിയമ്യജ ശബ്ദാദീം വിഷയാന്തക്വരാഗദ്വേഷ വിദുഷജ വിവിക്തസേവീ ലഘുവാസി യഥവാക്കായ മാനസ ധ്യാനയോഗ പരോ നിത്യം വൈരാഗ്യം സമുപാസത
അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം വിമു അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്ച നിർമ്മമശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. പിന്നെ 54-ാമത്തെ ശ്ലോകത്തിലും പറഞ്ഞു, ബ്രഹ്മഭൂത പ്രസന്നാത്മാന ശോചതി ന കാംക്ഷതി സമ സർവേഷു ഭൂതേഷു മദ്ഭക്തിയും ലഭതേ പരാം. അതായത് സാത്വികമായ ശ്രദ്ധയോടും ബുദ്ധിയോടും കൂടിയിരിക്കുന്നവൻ സാത്വികമായ ധൃതിയെ കൊണ്ട് തന്നെ ആ ബുദ്ധിയെ നിശ്ചലമാക്കി മാറ്റും. അതിനാൽ ശബ്ദാദി വിഷയങ്ങളെയും രാഗദ്വേഷാദികളെയും തള്ളിക്കളഞ്ഞ ഉപാസകൻ ബ്രഹ്മപ്രാപ്തിക്ക് യോഗ്യനായി ഭവിക്കും. ബ്രഹ്മപ്രാപ്തിക്ക് യോഗ്യത മനുഷ്യജന്മം കിട്ടിയവർക്കെല്ലാം യോഗ്യത നേടാവുന്നതാണ്. അർഹത എല്ലാവർക്കുമുണ്ട്. അർഹത യോഗ്യതയല്ല. അർഹത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ബ്രഹ്മപ്രാപ്തിക്ക് അർഹതയുണ്ട്. പക്ഷെ അർഹത യോഗ്യത അല്ല എന്ന് പറഞ്ഞാൽ ഈ യോഗം പരിശീലിച്ച് യോഗ്യരാകണം, അല്ലാതെ സാധിക്കില്ല. അപ്പൊ സാത്വികമായ ശ്രദ്ധയോടും ബുദ്ധിയോടും കൂടി ഇരിക്കുന്നവൻ സാത്വികമായ ധൃതി കൊണ്ട് തന്നെ ആ ബുദ്ധിയെ നിശ്ചലമാക്കി മാറ്റുന്നു. അതിനാൽ ശബ്ദാദി വിഷയങ്ങളെയും രാഗദ്വേഷാദികളെയും തള്ളിക്കളഞ്ഞ ഉപാസകൻ ബ്രഹ്മപ്രാപ്തിക്ക് യോഗ്യരായി പോയി. ഈ യോഗ്യത എന്ന് പറയുന്നത് ഈ അഭ്യാസം ശരീരം കൊണ്ട് കാണിക്കുന്ന അഭ്യാസങ്ങളൊന്നുമല്ല. യോഗ എന്ന് പറയുമ്പോഴത്തേന് ഈ നമ്മുടെ ശരീരത്തിലുള്ള പരമമായതിനെ നമ്മൾ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ യോഗം. അത് ചിലപ്പം ഒരു എന്താ പറഞ്ഞ ഞൊടിയിട കൊണ്ട് ചിലപ്പോൾ സാധിക്കും ചിലർക്ക്. അത്രമാത്രം യോഗ്യരായി കഴിഞ്ഞാൽ നിമിഷമാത്രം കൊണ്ട്. അതുകൊണ്ടാണ് രമണ മഹർഷി പറഞ്ഞത് അയ്യേ അതിസുലഭം എന്ന് പറഞ്ഞു. കരുതലാമലകം പോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെയാണത്. പക്ഷെ അതിന് അർഹതയുണ്ട്, അത് അറിയാൻ. അതിന് ഈ ബാഹ്യബന്ധങ്ങൾ ഉപേക്ഷിക്കാതെ പരമമായതിലേക്ക് ദേഹബോധത്തെ പോലും വിട്ടാൽ മാത്രമേ പരമമായത് നമ്മളിൽ പ്രകാശിക്കുള്ളൂ എന്നർത്ഥം. ഈ ദേഹബോധം എന്ന് പറയുന്നത് ഏറ്റവും വലിയ, എന്നാൽ അതില്ലാതെ ഇത് പ്രാപ്തമാക്കാനും പറ്റില്ല. അതുകൊണ്ട് രഹസ്യം. ആത്മാവ് മാത്രം സൂക്ഷ്മ ശരീരമോ കാരണ ശരീരമോ ഒക്കെ ആയിട്ട് അലഞ്ഞു നടന്നിട്ട് കാര്യമില്ലല്ലോ. അതിന് ശരീരമാധ്യം കൽ ധർമ്മസാധനം എന്ന് പറയാൻ ഏറ്റവും വലിയ ഈശ്വരപ്രാപ്തി തന്നെയാണ് മനുഷ്യന്റെ ജന്മത്തിന്റെ ഉദ്ദേശം. അപ്രകാരമുള്ള ഉപാസകൻ ഈ പറഞ്ഞ വിയുക്തവാസി ലഘുവാസേത വാക്കായ മാനസ ജ്ഞാനയോഗ പരോ നിത്യം വൈരാഗ്യം ഉപാസത. അപ്രകാരമുള്ള ഉപാസകൻ പരിശുദ്ധമായ ദേശത്ത് യോജിച്ച സ്ഥാനത്ത് വസിച്ചുകൊണ്ട് വേണം ഉപാസന നടത്തുവാൻ. ലഘുവായ ഭക്ഷണമേ കഴിക്കാവൂ. ശരീരത്തെയും വാക്കിനെയും മനസ്സിനെയും അടക്കി പ്രാണായാമ ധ്യാനാദികളാകുന്ന യോഗ അംഗങ്ങളിൽ മുഴുകണം. അഷ്ടാംഗയോഗമാണ് ഉദ്ദേശിക്കുന്നത്. ധ്യാനത്തിന് ഭംഗം വരാതിരിക്കാനായിക്കൊണ്ട് വാശിയോടെ വൈരാഗ്യത്തോടെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതൊരു നിഷ്ഠയായിട്ട് അതൊരു പ്രബലമായ ലക്ഷ്യമായി മാറണം. എങ്കിൽ മാത്രമേ സാധിക്കൂ. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ വിട്ടിട്ട് ഇവിടെ വന്നിരിക്കുക എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു പ്രബല വാസന കൊണ്ട് 5 വർഷം 6 വർഷവും മുമ്പ് തീരുമാനിച്ച കാര്യം ഇവിടെ വന്ന് ചെയ്യാന്ന് പറയുന്നത് അത് വലിയൊരു യോഗമാണ്. പ്രതിസന്ധികളും പലതും നമ്മൾ ഇതിനെ പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ കുടുംബത്തിലുള്ളവരും പുറത്തുള്ളവരും പരിചയമുള്ളവരും ഒക്കെ പല അഭിപ്രായങ്ങൾ പറയും. അതിലൊന്നും കുടുങ്ങാതെ നമ്മൾ നിശ്ചയിച്ച കാര്യം അതാണ് വാശി എന്ന് പറയുന്നത്. വാശിയോടുകൂടി വൈരാഗ്യത്തോടു കൂടി ബാക്കിയെല്ലാം ഭാഗ്യമായ വിഷയങ്ങളൊക്കെ ഉപേക്ഷിച്ച് അതുപോലെ ഉള്ള സ്ഥാനത്ത് വലിയ ബാഹ്യമായ ശല്യങ്ങളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്ത ജനവാസം ഇല്ലെങ്കിൽ ജനക്കൂട്ടം ഒന്നും ബാധിക്കാത്ത സ്ഥലത്തായിരിക്കണം ഇതൊക്കെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ പല ബന്ധനങ്ങളും നമ്മൾ പെടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ തന്നെ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്ച നിർമ്മമശാന്തോ ബ്രഹ്മഭൂയാ കൽപ്പത. ഈ ബ്രഹ്മപ്രാപ്തിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്. പക്ഷെ ഇതിനൊക്കെ പ്രതിബന്ധമായിട്ട് നിൽക്കും അഹങ്കാരം, ശരീര ബലത്തിലുള്ള അമിതമായ വിശ്വാസം, പരാക്രമത്തോടു കൂടിയ ആത്മവിശ്വാസം, കാമം, ക്രോധം, അന്യന്റെ മുതൽ സ്വീകരിക്കുന്ന സ്വഭാവം, ഇവയെല്ലാം പൂർണ്ണമായിട്ട് ത്യജിക്കണം. സദാസമയവും ഞാൻ ബ്രഹ്മമെന്ന ചിന്തയിൽ തന്നെ മുഴുകി ധ്യാനനിരതനായിട്ടിരിക്കണം. ഇതിനു വേണ്ടി പുറപ്പെട്ടാലും ഇതൊക്കെ നമുക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം ഇതൊക്കെ വിപരീത ദിശയിൽ നമ്മളെ പ്രതിബന്ധങ്ങളായിട്ട് മാറും. ഇതിനെ നമ്മൾ സ്വയം ത്യജിക്കുകയും വേണം. മറ്റൊരാൾ പറഞ്ഞുകൊണ്ടോ ഞാൻ പറഞ്ഞത് കൊണ്ടോ ഗുരുപദേശം കേട്ടാലോ അവരവർ തന്നെ ഇതിനെ ത്യജിക്കണം എന്നർത്ഥം. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അഹം ബ്രഹ്മാസ്മി എന്ന ചിന്തയിൽ തന്നെ മുഴുകി ധ്യാനനിരതനായി ഇരിക്കാൻ ശീലിക്കണം.
ബ്രഹ്മഭൂത പ്രസന്നാത്മാനാ ശോചദീന കാംക്ഷതി സമ സർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതേ പര. ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് അവിഛിന്നമായിട്ടും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹം ബ്രഹ്മമായി തന്നെ ഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ടും പ്രസന്നമയമായി തീർന്നിരിക്കുന്നു. നിഷ്കാമമായ അദ്ദേഹം നിഷ്കാമനായിരിക്കുന്ന അദ്ദേഹം സമസ്ത ദുഃഖങ്ങളെയും പരിത്യജിച്ച് ആനന്ദമയമായി തീർന്നിരിക്കുന്നു. അദ്ദേഹം സർവഭൂതങ്ങളിലും സമദൃഷ്ടിയുള്ളവനായി തീർന്നിരിക്കുന്നു. എന്നിലുള്ള, അതായത് പരമാത്മാവുള്ള പരമമായ പ്രേമം അദ്ദേഹത്തെ ഞാൻ തന്നെ ആക്കി മാറ്റിയിരിക്കുന്നു എന്നതാണ് സത്യം. ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദേഹബോധത്തിലൊന്നും അല്ല പ്രവർത്തിക്കുക. ആരൊക്കെ എന്തൊക്കെ നമ്മൾ എന്തിലൊക്കെ ഇടപെട്ടാലും വേണ്ടില്ല, അവിടെയൊക്കെ നമുക്കൊരു നിസ്സംഗത വന്നാൽ ശാന്തനായിട്ട് പ്രസന്നചിത്തനായിക്കോട്ടെ, ആരൊക്കെ ഏതൊക്കെ തരത്തിൽ പ്രതികരിച്ചാലും അവിടെയൊന്നും നമ്മൾ പ്രതികരിക്കാതെ സൗമ്യനായിട്ട് പ്രസന്നചിത്തനായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ജീവൻ മുക്തഭാവം. ഇത് തന്നെയാണ് ഗീതയിലും എസൻസ് എന്നറിയപ്പെടുന്ന പുരുഷോത്തമ യോഗം പറയുമ്പോഴും ഭഗവാൻ പറഞ്ഞത്, നിർമ്മാനമോഹാജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവർത്തകാമകദ്വൈർവിമുക്ത സുഖദുഃഖ സഞ്ജയ ഗച്ഛന്റെ മൂഢ പദം അവ്യയം തത്. ഇതാണ് ജീവൻ മുക്തം എന്ന് പറയുന്ന അവസ്ഥ. ഇത് ശരീരത്തോട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ അനുഭവിച്ചറിയണം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ശരീരം ത്യജിച്ചിട്ട് ആത്മാവ് കൊണ്ട് ഈ ഒരവസ്ഥ നമുക്ക് ഒരിക്കലും അനുഭവിച്ചറിയാൻ സാധ്യമല്ല. അത് ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരവസ്ഥ നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ശരീരം വീണുപോയാലും നമ്മളുടെ പരമമായതിലേക്ക് പോയി ചേരുള്ളൂ. എവിടെ പോകണ്ടേ എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞ് അത് ആ ഒരു സ്ഥിതിയിൽ നമ്മൾ അനുഭവിക്കണം. നമ്മൾ വീട് മാറി താമസിച്ചാലും വേണ്ടില്ല, നമ്മൾ ഏതൊക്കെ സുഖം വീട്ടിൽ അനുഭവിച്ചിരുന്നോ അതൊക്കെ അനുഭവിക്കണമെങ്കിൽ വീട്ടിൽ എല്ലാ കാര്യങ്ങളും വളരെ സുഖമായിട്ട് നമ്മൾ അനുഭവിച്ച് അതിൽ സംതൃപ്തി വന്ന ഒരാള്, അതിൽ തൃപ്തനായിരിക്കുന്നയാള് മറ്റൊരു വീട്ടിലേക്ക് മാറിയാലും അതേ സംതൃപ്തി നിലനിർത്താൻ സാധിക്കണം. ഇത് മനസ്സിന്റെ ഒരു തലമാണ്, ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ കൈവരിക്കണം. അതാണ് യോഗ്യത എന്ന് പറയുന്നത്. അതിന് ഏറ്റവും പ്രശ്നം ഈ പ്രകൃതിയാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ മായയാണ്. പ്രധാന പുരുഷേശ്വരൻ ഗുരുവായൂരപ്പൻ്റെ തന്നെ അപരാശക്തിയാണ് പ്രകൃതി. പരാശക്തിയാണ് ഈ പരമമായത്. ഈ ബന്ധങ്ങളെ, പ്രകൃതിയുടെ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്ന ശരീരത്തെ കൊണ്ട് വേണം ഈ മാറ്റമില്ലാത്തതിലേക്ക് നമുക്ക് ചേരാൻ. ചേരുന്നതാണ് യോഗം എന്ന് പറയുന്നത്. യോജിപ്പിച്ച് അനുഭവിച്ചറിഞ്ഞാലോ ജീവൻ മുക്തനായി. ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ അത് അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ ശരീരം ത്യജിച്ചാൽ എപ്പോൾ ഏത് തരത്തിൽ വീടാലും വേണ്ടില്ല. ക്യാൻസർ വന്നിട്ടോ മാരരോഗം വന്നിട്ടോ ഏത് തരത്തിൽ ആക്സിഡന്റ് ഡെത്തോ വാട്ടെവർ ഇറ്റ് ഈസ്, നമ്മൾ ആ പരമമായതിൽ അറിഞ്ഞിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, അത് ശരീരം ത്യജിച്ചോ പരമമായതിലേക്ക് തന്നെ പോവുള്ളൂ. അതിന് റോട്ട് തെറ്റുന്ന പ്രശ്നമില്ല. ഇതാണ് പരമമായിട്ട് നമ്മൾ അറിയേണ്ടത്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇത് പല പ്രാവശ്യം ചിന്തിച്ച് ആർജിച്ച് യോഗ്യതയിലേക്ക് എത്തണം. എന്നാലേ നമ്മൾ വിചിന്തനം ചെയ്യണം, അതിൻ്റെ ഗുണദോഷങ്ങൾ തിരിച്ചറിയണം. നമ്മൾ ഈ വൈദിക കർമ്മങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്നൊന്ന് കരകയറുക എന്നുള്ളത് ചിന്തിക്കണം എന്നർത്ഥം. അതിന് വിമർശന ബുദ്ധിയോടെ ആണെങ്കിലും പരിചിന്തനം നടത്തണം. അത് സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. അപ്പോൾ മാത്രമേ ഇതൊക്കെ സാധിക്കൂ. ഇതൊക്കെ തിരിച്ചറിയുക എന്ന് പറയുന്ന ജ്ഞാനമാണ്. ആ ജ്ഞാനത്തെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് താത്വികമായ പ്രയോജനം എന്ന് പറയുന്നത്. അതും ഗുരുവായൂരപ്പൻ്റെ കൃപ കൊണ്ട് മാത്രമേ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്ക് ഇവിടെ സമർപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഗീശാഗോ ബ്രാഹ്മണേഭ്യ ശുഭം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.